ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. മറ്റുള്ളവരുടെ ദുശീലങ്ങൾ അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സിനെ വെറുക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും, അല്ലേ? എന്നാൽ പുരുഷന്മാരുടെ ചില ദുശീലങ്ങൾ സ്ത്രീകൾ ഇഷ്ടപ്പെടാറുണ്ട്. സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ആ ദുശീലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കെയറിങ് ആണ്. ബോയ്സൊക്കെ റിലേഷൻഷിപ്പിൽ 100% കൊടുക്കുന്നവരാണ്. അതേപോലെ ഓവറായിട്ടുള്ള കെയറിങ്ങും അവരെ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ബോയ്സ് ആണെങ്കിലും ഗേൾസിനെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, അമൃതാണെങ്കിലും അമിതമായാൽ വിഷമാണ് എന്ന്? ഓവറായിട്ട് കഴിച്ചോ കുടിച്ചോ എവിടെയാ എന്താ ചെയ്യുന്നത് തുടങ്ങി ഇങ്ങനെ കെയർ ചെയ്യുമ്പോഴത്തേക്കും ചില സ്ത്രീകൾ വിചാരിക്കും ഇവർക്കെന്തോ സംശയരോഗമാണ് എന്ന്. പിന്നെ വളരെ റെയർ ആയിട്ടുള്ള പെൺകുട്ടികൾ ഈ ഓവർ കെയറിങ് കാരണം ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്ത് കാര്യമാണെങ്കിലും കുറച്ചധികം അങ്ങോട്ട് ഓവറായിട്ടുണ്ടെങ്കിൽ അതൊരു ദുശീലം തന്നെയാണ്. എന്നാൽ സ്ത്രീകൾക്ക് ഈ ദുശീലങ്ങൾ ഇഷ്ടമുള്ളവരുമുണ്ട്. അതായത് എപ്പോഴും അവരുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് ഒക്കെ എൻജോയ് ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു ദുശീലത്തെ സ്നേഹിക്കുന്നവരാണ് കൂടുതലധികം സ്ത്രീകളും. പിന്നെ ജോബൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ, അതായത് പഴയതുപോലെ ഉള്ളൊരു കെയറിങ് ഒന്നും പുരുഷന്മാർക്ക് അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് എപ്പോഴും ഗേൾസ്, അതായത് പെൺകുട്ടികൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വഴക്കിടാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നീ എത്ര സ്നേഹമായിരുന്നു, എന്ത് കെയറിങ് ആയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് വഴക്കുണ്ടാക്കാൻ ഉള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓവറായിട്ടുള്ള കെയറിങ് ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കൈൻഡ്നെസ് ആൻഡ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. നമുക്കറിയാം, ഗേൾസ് പൊതുവെ അങ്ങനെ ആർക്കും അധികം ഹെൽപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നവരല്ല. അവർക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് അവരെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. പിന്നെ ചില ഗേൾസ് ഉണ്ട് മറ്റുള്ളവരുടെ ഒരു ദയയും അല്ലെങ്കിൽ ഒരു കരുണയും ഇല്ലാതെ പെരുമാറുന്നവരും. എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല, ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ അവരുടെ പുറകിൽ ഇങ്ങനെയുള്ളൊരു പുരുഷൻ, ആ ഒരു പുരുഷൻ മറ്റുള്ളവരോട് ഇങ്ങനെ കരുണ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ കണ്ട് ഓവറായിട്ട്, അതായത് ചിലരുണ്ട് എല്ലാവരോടും ഭയങ്കരമായിട്ട് കരുണ തോന്നി എല്ലാവരെയും സഹായിക്കും. പെൺകുട്ടികളെ ഇത്രയും ഹെൽപ്പൊന്നും ആർക്കും ഇതുവരെ ചെയ്തിട്ടില്ല, അഥവാ ഇനി ചെയ്യില്ല എങ്കിൽ പോലും തൻ്റെ പുരുഷൻ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അവരോട് കരുണ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ഗേൾസ് എൻജോയ് ചെയ്യാറുമുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് റെസ്പെക്റ്റ്ഫുൾനെസ് ആണ്. എല്ലാവരെയും ബഹുമാനിക്കുന്ന, അതായത് ഓവറായിട്ടാണെങ്കിലും എല്ലാവരെയും ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന പുരുഷന്മാരെ ഗേൾസിന് ഇഷ്ടമാണ്. അവരത് എൻജോയ് ചെയ്യാറുമുണ്ട്. ചില ഗേൾസ് ഉണ്ട് ആരോടും ഒരു ബഹുമാനവുമില്ല, പക്ഷേ തൻ്റെ പുരുഷൻ ഇങ്ങനെ ബഹുമാനിക്കുന്നു, മറ്റുള്ളവരെ ഇങ്ങനെ ബഹുമാനിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ ചെറിയൊരു അസൂയ തോന്നുന്നു എങ്കിലും, അതായത് എന്തിനാണ് അവരിങ്ങനെ ബഹുമാനിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കും. എന്നിരുന്നാലും ഈ ഒരു ശീലം കണ്ടിട്ട് അവർ ആസ്വദിക്കാറുമുണ്ട്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ ലവ് ആണ്. റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ബോയ്സ് ഭയങ്കരമായിട്ട് ഗേൾസിനെ സ്നേഹിക്കും. കാരണം ഇത്രയും നാളായിട്ട് ഇങ്ങനെ കൊതിച്ചിരുന്ന കിട്ടിയ ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ലവ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യലായിരിക്കും. അവർ 100-ൽ 101% കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ 101% റിസ്ക് എടുക്കാനും തയ്യാറായിരിക്കും ഈ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട്. അത്രമാത്രം സ്നേഹമായിരിക്കും അവർക്ക്. അവൾക്ക് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കണമെങ്കിലും അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യാനും അവൻ എപ്പോഴും റെഡി ആയിരിക്കും. ഇങ്ങനെ ഓവറായിട്ടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ലവ്, ഇതൊക്കെ ഗേൾസ് കണ്ടിട്ട് മാക്സിമം അവരൊക്കെ ഉള്ളിൽ എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഓവറായിട്ടുള്ളൊരു ജോബാണ്. അതായത് എപ്പോഴും ഉള്ളൊരു ജോലി തിരക്ക്. ഗേൾസിന് പൊതുവെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ പർച്ചേസ് ഷോപ്പിംഗ് ഇതൊക്കെ ചെയ്യാൻ പോകണം. ഇതാണ് അവർക്ക് കൂടുതലായിട്ടും ഇഷ്ടമുള്ളൊരു കാര്യം. പക്ഷേ ബോയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ അതിന് 100% കൊടുക്കുന്നവരാണ്. ഇങ്ങനെ തനിക്ക് വേണ്ടിയിട്ടാണല്ലോ തൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ തൻ്റെ പുരുഷൻ ജോലി ചെയ്യുന്നത്,
എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, എത്രമാത്രം പൈസ സമ്പാദിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നോർക്കുമ്പോൾ സ്ത്രീകൾ അത് ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ആരോഗ്യമൊക്കെ മോശമായി, അതായത് ഓവറായിട്ട് ചിലരുണ്ട് ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാതെ അസുഖങ്ങളൊക്കെ വരുത്തി വെക്കുന്ന ബോയ്സ്. ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുത്തി വെക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് ഗേൾസ് നിങ്ങളെ തന്നെ കുറ്റം പറയാറുമുണ്ട്. എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ വഴക്കുണ്ടാക്കും. പക്ഷേ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയിട്ടാണല്ലോ, എന്നെ നന്നായിട്ട് നോക്കാൻ, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് എപ്പോഴും അഭിമാനവും തോന്നാറുണ്ട്. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചെലവാണ്. അതായത് ഗേൾസ് പൊതുവെ കുറച്ചധികം സമ്പാദ്യശീലം ഉള്ളവരായിരിക്കും. പക്ഷേ ബോയ്സിന് അങ്ങനെ സമ്പാദ്യമൊന്നും ഉണ്ടാവത്തില്ല. അവരിങ്ങനെ കറങ്ങി അതല്ലെങ്കിൽ ട്രിപ്പൊക്കെ പോയിട്ട് കിട്ടുന്ന പൈസയ്ക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകളും. പക്ഷേ ഗേൾസ് എന്ന് പറയുമ്പോഴത്തേക്കും പൈസയൊക്കെ സമ്പാദിച്ച് വെക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരായിരിക്കും കൂടുതൽ ആളുകളും. ഇനി ബോയ്സ് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ പൈസയൊക്കെ ചിലവാക്കുകയാണ്. അതിപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിരിക്കും. ആദ്യമേക്ക് ഇവളിങ്ങനെ വഴക്ക് പറയും, എന്തിനാണ് ഇത്രയും പൈസ കളഞ്ഞിങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കുന്നത്, ആ പൈസ സേവ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുമെങ്കിലും ഗേൾസ് ഈ ഒരു കാര്യം മാക്സിമം എൻജോയ് ചെയ്യുന്നവരാണ്. കാരണം ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് തനിക്ക് വേണ്ടിയിട്ടാണല്ലോ. അവൻ്റെ ഉള്ളിലുള്ള സ്നേഹം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അവൾ. പക്ഷേ അവൾ വഴക്ക് പറയുമെങ്കിലും അല്ലെങ്കിൽ എന്തിനാണ് പൈസ കളഞ്ഞത് എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഗേൾസൊക്കെ ഇത് പൊതുവെ എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 ദുശീലങ്ങളാണ് ബോയ്സിൻ്റെ ഗേൾസ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.